ഇനി നമുക്ക് ആക്ട് ആൻഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ചോയ്സസ് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ഫസ്റ്റ് ഓപ്ഷൻ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഓട്ടോക്രാറ്റിക് കൺട്രോൾ. തേർഡ് ഓപ്ഷൻ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഫോർത്ത് ഓപ്ഷൻ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ വരാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിനകത്ത് വരാത്തത് ഏതാണ്? ആൻസർ ബി ആണ്. ആൻസർ ഓട്ടോക്രാറ്റിക് കൺട്രോൾ ആണ്. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോർഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിറൈവ്സ് ഇറ്റ്സ് പവർ ഫ്രം? ഫസ്റ്റ് ഓപ്ഷൻ സെൻട്രൽ സൊസൈറ്റി. സെക്കൻഡ് ഓപ്ഷൻ ജനറൽ ബോഡി. തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ. ഫോർത്ത് ഓപ്ഷൻ പ്രസിഡന്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ്, മാനേജിങ് കമ്മിറ്റിയുടെയൊക്കെ പവർ ഡിറൈവ് ചെയ്യുന്നു. ഡിറൈവ് ഇറ്റ്സ് പവർ ഫ്രം എവിടെ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എവിടെ നിന്നാണ്? ജനറൽ ബോഡിയിൽ നിന്നാണ്. ജനറൽ ബോഡിയിൽ നിന്നാണ് ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ജനറൽ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു മെമ്പേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡന്റ്. സെക്കൻഡ് ഓപ്ഷൻ CEO. തേർഡ് ഓപ്ഷൻ ബോർഡ്. ഫോർത്ത് ഓപ്ഷൻ രജിസ്ട്രാർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രൊവൈഡ്സ് ആ സൊസൈറ്റിയുടെ ബോർഡാണ്. അപ്പോൾ 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഡാഷ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആർ ദി 4 key elements of governance in a cooperative society? First option promoting monopoly. Second option partnership. Third option profitability. Fourth option predictability. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഗവേണൻസ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് 4 key elements ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പിന്നെ പാർട്ടിസിപ്പേഷൻ. പിന്നെ ഏതാണ്? 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് എന്താണ് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. പ്രൊമോട്ടിംഗ് മോണോപ്പൊളി ഇല്ല, പാർട്ണർഷിപ്പ് ഇല്ല, പ്രോഫിറ്റബിലിറ്റി അല്ല. അപ്പോൾ സ്യൂട്ടബിൾ ആൻസർ ഏതാണ്? 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ പ്രെഡിക്റ്റബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a primary cooperative consumer store, dash percentage of the profit can be set apart to a statutory reserve fund? First option 8, second option 10, third option 15, fourth option 5. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിൽ പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് നീക്കി വയ്ക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എത്ര പെർസെൻറ്റേജ് ആണ്? 15% ആണ്. അപ്പോൾ 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ സൈൻ ഇൻ ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡന്റ്. സെക്കൻഡ് ഓപ്ഷൻ സെക്രട്ടറി. തേർഡ് ഓപ്ഷൻ എനി ഓതറൈസ്ഡ് പേഴ്സൺ. ഫോർത്ത് ഓപ്ഷൻ ഐദർ ബി ഓർ സി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ സൈൻ ചെയ്യാനുള്ള അവകാശം ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ആൻസർ ഐദർ ബി അല്ലെങ്കിൽ ഏതാണ്? സി ആണ്. ബി അല്ലെങ്കിൽ സി. അപ്പോൾ ഡി ആണ് ആൻസർ വരുന്നത്. ഐദർ ബി ഓർ സി. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡിൽ പറയുന്നുണ്ട്. അപ്പോൾ 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ നോട്ടിഫൈ ദ ഇലക്ഷൻ ഓഫ് കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ത്രൂ? ഫസ്റ്റ് ഓപ്ഷൻ ഹോണററി സെക്രട്ടറി. സെക്കൻഡ് ഓപ്ഷൻ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ്. തേർഡ് ഓപ്ഷൻ ഇലക്ടറൽ ഓഫീസർ. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഏതിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്? കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആര് മുഖേനയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ഹോണററി സെക്രട്ടറി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 35A പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഇതാണ് റൂൾ 35A. റൂൾ 35Aയിൽ സബ് റൂള് 3Bയിൽ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷാൾ
നോമിനേറ്റ് ഗവൺമെൻറ് നോമിനീസ് in the Apex Cooperative Society? First option managing committee of the society, second option registrar, third option government, fourth option general body. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെൻറ് നോമിനീസിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഗവൺമെൻറ് ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 37 പറയുന്നുണ്ട്. റൂൾ 37 അനുസരിച്ച് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെൻറ് നോമിനേഷനെ നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റും അതർ സൊസൈറ്റിയിൽ രജിസ്ട്രാറുമാണ്. അപ്പോൾ 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൾ ബി റുപ്പീസ്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. റൂൾ 53 പറയുന്നുണ്ട്. റൂൾ 53 അനുസരിച്ച് മിനിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ 2000, മാക്സിമം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60,000 ആണ്. ഓക്കെ, അപ്പോൾ 89ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. ഫസ്റ്റ് ഓപ്ഷൻ ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റഡ് ഡിപ്പോസിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റഡ് ഡിപ്പോസിറ്റ്, തേർഡ് ഓപ്ഷൻ SC/ST സൊസൈറ്റീസ്, ഫോർത്ത് ഓപ്ഷൻ കൺസ്യൂമർ സൊസൈറ്റീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സൊസൈറ്റിയാണ് ഓഡിറ്റ് ഫീസ് പേയ്മെൻറ്റിൽ നിന്നും എക്സംഷൻ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫാമിംഗ് സൊസൈറ്റീസും സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസും ഉണ്ട്. പക്ഷേ വിച്ച് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺ അവരെന്താണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടത് വരും. അപ്പോൾ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ആയിട്ട് ബന്ധപ്പെട്ട റൂളിൽ പറയുന്നത് 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ SC/ST സൊസൈറ്റീസ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും എക്സംപ്റ്റഡ് ആണ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസിൽ നിന്ന്. അപ്പോൾ 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊക്ലമേഷൻ ഓഫ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഷാൾ ബി പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് ഡാഷ് ഡേയ്സ് ബിഫോർ ദി ഡേറ്റ് ഫിക്സ്ഡ് ഫോർ സെയിൽ. ഫസ്റ്റ് ഓപ്ഷൻ 1, സെക്കൻഡ് ഓപ്ഷൻ 2, തേർഡ് ഓപ്ഷൻ 15, ഫോർത്ത് ഓപ്ഷൻ 30. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രൊക്ലമേഷൻ സെയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഡേറ്റിന് എത്ര ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ 30 ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 81. റൂൾ 81 എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഇൻ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ റൂൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പ്രൊക്ലമേഷൻ ഓഫ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഷാൾ ബി പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് 30 days ബിഫോർ ദി ഡേറ്റ് ഫിക്സ്ഡ് ഫോർ സെയിൽ. അപ്പോൾ 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ട്രിബ്യൂണൽ ഓർഡേർഡ് ടു രജിസ്റ്റർ ആൻ അപ്പീൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ ഇറ്റ് നോട്ട് ലേറ്റർ ദാൻ ഡാഷ് ഡേയ്സ്. ഫസ്റ്റ് ഓപ്ഷൻ 7, സെക്കൻഡ് ഓപ്ഷൻ 10, തേർഡ് ഓപ്ഷൻ 15, ഫോർത്ത് ഓപ്ഷൻ 21. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് ദി ട്രിബ്യൂണൽ ഓർഡേർഡ് ടു രജിസ്റ്റർ ആൻ അപ്പീൽ, ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുവാണ് രജിസ്റ്റർ ചെയ്യാൻ അപ്പീൽ. അങ്ങനെയാണെങ്കിൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ ഇറ്റ്, ആ അപ്പീൽ രജിസ്റ്റർ ചെയ്യണം നോട്ട് ലേറ്റർ ദാൻ, എത്ര ദിവസത്തിൽ കുറയാത്ത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോട്ട് ലേറ്റർ ദാൻ ഡാഷ് ഡേയ്സ്. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 7 days ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 100ൽ പറഞ്ഞിട്ടുണ്ട്. റൂൾ 100 എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫ് ആൻ അപ്പീൽ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. റൂൾ 100 സബ് റൂൾ 7ൽ പറയുന്നതാണ്. If the tribunal ordered to register an appeal, the secretary shall register it not later than എത്രയാണ് 7 days. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ എവറി വീക്ക്, സെക്കൻഡ് ഓപ്ഷൻ എവറി മന്ത്, തേർഡ് ഓപ്ഷൻ എവറി 3 months, ഫോർത്ത് ഓപ്ഷൻ എവറി 6 months. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ. ആൻസർ ബി ആണ്. എവറി മന്ത് ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 142
മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ പറയുന്നതാണ്. 93-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. 94-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എനാക്റ്റഡ് ഇൻ ദി ഡാഷ് ഇയർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറാണ്. 94-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എനാക്റ്റഡ് ഇൻ ദി 19th ഇയർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. 94-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 95-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ ഫസ്റ്റ് ഓപ്ഷൻ നോട്ടിഫൈങ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ്, സെക്കൻഡ് ഓപ്ഷൻ പബ്ലിഷിംഗ് ടു വെർനാക്കുലർ ഡെയിലീസ്, തേർഡ് ഓപ്ഷൻ ആൻ അമെൻമെൻറ്റ് ഇൻ ഇറ്റ്സ് ബൈലോസ്, ഫോർത്ത് ഓപ്ഷൻ ചേഞ്ചിങ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ. ഒരു സൊസൈറ്റി അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ബൈലോ അമെൻഡ് ചെയ്താണ്. അപ്പോൾ 95-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. ആൻ അമെൻമെൻറ്റ് ഇൻ ഇറ്റ്സ് ബൈലോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 96-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൺ എക്സ്പെൽഡ് മെമ്പർ മേ ബി റീ അഡ്മിറ്റഡ് ഓൺലി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ 1 year, സെക്കൻഡ് ഓപ്ഷൻ 2 times, തേർഡ് ഓപ്ഷൻ 2 years, ഫോർത്ത് ഓപ്ഷൻ 3 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു മെമ്പർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെൽ ചെയ്താൽ അദ്ദേഹത്തിന് റീ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓൺലി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് എത്ര നാൾ കഴിഞ്ഞാൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 96-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 1 year ആണ്. എക്സ്പെൽഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 17 ആണ്. സെക്ഷൻ 17 സബ്സെക്ഷൻ 5-ൽ ഇത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആൻ എക്സ്പെൽഡ് മെമ്പർ മേ ബി റീ അഡ്മിറ്റഡ് ഓൺലി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 1 year. 96-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 97-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് കമ്മിറ്റി ഓഫ് എ ന്യൂലി രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോമിനേറ്റഡ് ബൈ രജിസ്ട്രാർ ഈസ് ഫോർ എ പീരീഡ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ 3 months, സെക്കൻഡ് ഓപ്ഷൻ 6 months, തേർഡ് ഓപ്ഷൻ 12 months, ഫോർത്ത് ഓപ്ഷൻ 5 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ന്യൂലി രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് കമ്മിറ്റീനെ രജിസ്ട്രാറിന് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ എ പീരീഡ് ഓഫ് എത്ര കാലത്തേക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 97-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. ഫോർ എ പീരീഡ് ഓഫ് സി ആണ് ആൻസർ. 12 months ആണ്. 97-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 98-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഷാൾ ബി ഓഫീസേഴ്സ് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, തേർഡ് ഓപ്ഷൻ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫോർത്ത് ഓപ്ഷൻ IAS ഓഫീസർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് ഷാൾ ബി ഓഫീസേഴ്സ് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സെക്ഷൻ 28B. സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 28B അനുസരിച്ച് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ നോട്ട് മോർ ദാൻ 3 members ആണ്. അതിനകത്ത് ഒരു വ്യക്തി 1 members എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ്. അത് പുതിയ അമെൻമെൻറ്റിൽ മാറി സ്പെഷ്യൽ സെക്രട്ടറി ടു ലോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റി. അതിനുശേഷം കമ്മീഷണേഴ്സിലും മാറ്റമില്ല. കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ 98-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതെഴുതാം? ബി എഴുതാം. അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 99-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷാൾ ബി ദ അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻ അപ്പോൺ ദി ഡിവിഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ ഓഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ ജനറൽ ബോഡി, ഫോർത്ത് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എവിടെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിലാണ്. അപ്പോൾ 99-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ജനറൽ ബോഡി. 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദി ഡിസ്കഷൻ ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ ഫസ്റ്റ് ഓപ്ഷൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്, സെക്കൻഡ് ഓപ്ഷൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, തേർഡ് ഓപ്ഷൻ കോപ്റ്റഡ് മെമ്പേഴ്സ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. ആൻസർ 100-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദിസ് ആണ്. നോമിനേറ്റഡ് മെമ്പേഴ്സിനും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനും കോപ്റ്റഡ് മെമ്പേഴ്സിനും എന്താണ് ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദി ഡിസ്കഷൻ ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയത്തിൽ എന്താണ് പങ്കുചേരാൻ വേണ്ടിയോ ഡിസ്കഷൻ നടത്താനൊന്നും വേണ്ടി പറ്റില്ല. 100-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 101-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈം ഓഫ് ദി കമ്മിറ്റി ഇൻ ഓഫീസ് വിൽ എക്സ്പയർ വിത്തിൻ 30 days. എ ന്യൂ കമ്മിറ്റി ഷാൾ ബി അപ്പോയിൻറ്റഡ് ആസ് പെർ ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 28, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 32, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 33, ഫോർത്ത് ഓപ്ഷൻ റൂൾ 35A. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ടൈം ഓഫ് ദി
കമ്മിറ്റി ഇൻ ഓഫീസ് വിൽ എക്സ്പയർ വിത്തിൻ 30 days. നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി 30 ദിവസത്തിനുള്ളിൽ അവസാനിക്കുകയാണ്. ആ 30 ദിവസത്തിനുള്ളിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ കമ്മിറ്റി പകരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ കമ്മിറ്റീനോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. അത് ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏത് സെക്ഷൻ പ്രകാരമാണ്. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. സെക്ഷൻ 33. സെക്ഷൻ 33 പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ദി ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റിയാണ്. അപ്പോൾ 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ദർ ആർ ഡാഷ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ്. ഫസ്റ്റ് ഓപ്ഷൻ 1, സെക്കൻഡ് ഓപ്ഷൻ 2, തേർഡ് ഓപ്ഷൻ 3, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്സ് എത്ര നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എത്ര നമ്പറാണ്? 102ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 1 നമ്പറാണ്. ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ദർ ആർ 1 എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ്. 102ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷാൾ ഗിവ് എ സാങ്ഷൻ ടു യൂസ് ദ വേർഡ് കോപ്പറേറ്റീവ് അതർ ദാൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ ഹൈക്കോർട്ട്, ഫോർത്ത് ഓപ്ഷൻ സെൻട്രൽ രജിസ്ട്രാർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത സ്ഥാപനങ്ങളിൽ അല്ലാത്തതുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ വേർഡ് യൂസ് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത അടുത്ത് ദ വേർഡ് കോപ്പറേറ്റീവ് അത് യൂസ് ചെയ്യാനുള്ള സാങ്ഷൻ ആരാണ് കൊടുക്കുന്നത്? 103ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ റിസീവിംഗ് കോൺട്രിബ്യൂഷൻ ഫ്രം. ഫസ്റ്റ് ഓപ്ഷൻ ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്കൻഡ് ഓപ്ഷൻ സൊസൈറ്റീസ് വിച്ച് റിസീവ്സ് ഡിപ്പോസിറ്റ്, തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ക്രിയേറ്റഡ് ചെയ്തിട്ടുള്ളത് ബൈ റിസീവിംഗ് കോൺട്രിബ്യൂഷൻ ഫ്രം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സ്ഥാപനമാണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 57B എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റീസ് വിച്ച് റിസീവ്സ് ഡിപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ 104ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആൾ റെസ്പോൺസിബിൾ ഫോർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ജനറൽ ബോഡി, തേർഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി, ഫോർത്ത് ഓപ്ഷൻ ചീഫ് അക്കൗണ്ടൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് റെസ്പോൺസിബിൾ ഫോർ സബ്മിറ്റിംഗ്? എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനു വേണ്ടി? ഫോർ ഓഡിറ്റിന് വേണ്ടി. കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ പറയുന്നുണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 1 മന്തിനുള്ളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആര് പ്രിപ്പയർ ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് കൈമാറണം. മാനേജിംഗ് കമ്മിറ്റിക്ക് കൈമാറുന്നതോടൊപ്പം തന്നെ ഓഡിറ്ററിനെ കൂടി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററിനെ കൂടി ഇൻഫോം ചെയ്യണം. അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റിയാണ് ഈ കൈമാറിയിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് കൈമാറിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ കൃത്യമായിട്ടുള്ള ഒതൻറ്റിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓഡിറ്റിന് വേണ്ടി വിതിൻ 1 മന്തിനുള്ളിൽ ആർക്ക് കൈമാറുന്നത്? ഓഡിറ്ററിന് കൈമാറുന്നത്. ആ വിതിൻ 1 മന്തിനുള്ളിൽ എന്നുള്ളത് അമെൻഡ് ചെയ്തിട്ട് അത് 15 ഡേയ്സിനുള്ളിൽ എന്ന് ആക്കിയിട്ടുണ്ട് പുതിയ അമെൻമെൻ്റ് അനുസരിച്ച്. അപ്പോൾ 105ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡാഷ് ആൾ റെസ്പോൺസിബിൾ ഫോർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ്. 105ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. മാനേജിംഗ് കമ്മിറ്റിയാണ്. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ അഗൻസ്റ്റ് ഹും എ ഡിഗ്രി ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ഡിഗ്രി ഹോൾഡർ, സെക്കൻഡ് ഓപ്ഷൻ ഡെപ്റ്റർ, തേർഡ് ഓപ്ഷൻ ക്രെഡിറ്റർ, ഫോർത്ത് ഓപ്ഷൻ ഡിഫോൾട്ടർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ പേഴ്സൺ അഗൻസ്റ്റ് ഹും എ ഡിഗ്രി ഹാസ് ബീൻ ഒബ്റ്റൈൻഡ്. ആർക്ക് അഗനസ്റ്റാണ് ഡിഗ്രി ഒബ്റ്റൈൻ ചെയ്യുന്നത്? ആ വ്യക്തിനെ പറയുന്ന പേരെന്താണ്? ആ വ്യക്തിനെ പറയുന്ന പേര് ഡിഫോൾട്ടറാണ്. 106ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ഡിഫോൾട്ടർ. ആരാണ് ഡിഗ്രി ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ളത്? ഡിഗ്രി ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള വ്യക്തിനെ പറയുന്ന പേരെന്താണ്? ഡിഗ്രി ഹോൾഡർ എന്നാണ്. അപ്പോൾ 106ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രജിസ്ട്രേഷൻ ഫീ ഫോർ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി റുപ്പീസ്. ഫസ്റ്റ് ഓപ്ഷൻ 4000, സെക്കൻഡ് ഓപ്ഷൻ 2000, തേർഡ് ഓപ്ഷൻ 500, ഫോർത്ത് ഓപ്ഷൻ 100. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. 100 ആണ്.
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് ഫിക്സ് ചെയ്യുന്നത് ഏരിയ ഓപ്പറേഷൻ്റെ ബേസിലാണ്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസ്? 2000, 4000, 5000, 10000, പിന്നെ 500, 100 ഉണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ വിത്തിൻ താലൂക്ക് ആണെങ്കിൽ 2000. എബോവ് താലൂക്ക് ബട്ട് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 4000 വരും. ഡിസ്ട്രിക്റ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റ് ഫുള്ളായിട്ടാണെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? 5000 രൂപയാണ് ഡിസ്ട്രിക്റ്റ്. 5000. മോർ ദാൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലോ ഒരു ഡിസ്ട്രിക്റ്റിൽ അധികരിച്ചിട്ടുള്ളതാണെങ്കിൽ 10000. മോർ ദാൻ ഡിസ്ട്രിക്റ്റ്. ഇനി വുമൺ SC/ST സൊസൈറ്റിയുടെ ആണെങ്കിൽ 500. വുമൺ പിന്നെ SC/STയുടെ ആണെങ്കിൽ 500. പിന്നെ അടുത്തതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എത്ര വരും? 100 രൂപ വരും. അപ്പോൾ 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൺരജിസ്റ്റേർഡ് ബൈലോസ് ആർ കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ മോഡൽ ബൈലോസ്, സെക്കൻഡ് ഓപ്ഷൻ ഡ്രാഫ്റ്റ് ബൈലോസ്, തേർഡ് ഓപ്ഷൻ ബൈലോസ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. അൺരജിസ്റ്റേർഡ്, രജിസ്റ്റേർഡ് അല്ല, അത്തരത്തിലുള്ള ബൈലോസിന് പറയുന്ന പേരെന്താണ്? ഡ്രാഫ്റ്റ് ബൈലോസ് ആണ്. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ജനറൽ ബോഡി ഈസ് ദി അസോസിയേഷൻ ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ പ്രൊമോട്ടേഴ്സ് ഓഫ് ദി സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ പേഴ്സൺ ഹു ആർ സൈൻഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ഫോർത്ത് ഓപ്ഷൻ പേഴ്സൺ ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഫോം സച്ച് എ സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ജനറൽ ബോഡി ഈസ് ദി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ആർ സൈൻഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ എന്താണ് ഒരു കൂട്ടായ്മയാണ് പേഴ്സൺ ഹു ആർ സൈൻഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതാണ് ഫസ്റ്റ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ 109ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെസൊല്യൂഷൻ ഫോർ അമാൽഗമേഷൻ ഓഫ് അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി പാസ്ഡ് ഓൺലി വിത്ത് ദി prior approval of first option government, second option registrar, third option apex society, fourth option affiliated society. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് അമാൽഗമേഷൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്യണമെങ്കിൽ ഓൺലി വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ്, ആരുടെ പ്രയർ അപ്രൂവലോട് കൂടി മാത്രമാണ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 110ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് തന്നെ റൂൾ 13 പറയുന്നുണ്ട്. 110ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, രജിസ്ട്രാർ ആണ്. 111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡേ ബുക്ക് ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, സെക്കൻഡ് ഓപ്ഷൻ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി, തേർഡ് ഓപ്ഷൻ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. മൾട്ടിപ്പിൾ ആൻസർ. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയും ബുക്ക് ഓഫ് പ്രൈം എൻട്രിയും കറക്റ്റാണ്. അതുകൊണ്ട് 111ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ക്യാൻസൽ ചെയ്തു. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഫിലിയേഷൻ ഫീ ഓഫ് എ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ ഷെയർ ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ്, ഫോർത്ത് ഓപ്ഷൻ എമൗണ്ട് ഓഫ് ലോൺസ് അഡ്വാൻസ്ഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അഫിലിയേഷൻ ഫീ ഓഫ് എ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലാണ്. കൃത്യമായിട്ട് തന്നെ റൂൾ 148 പറയുന്നുണ്ട്. അഫിലിയേഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. 112ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, ഷെയർ ക്യാപിറ്റലാണ്.